എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ, അതോടൊപ്പം തന്നെ ഓണാശംസകൾ. അങ്ങനെ ഈ പ്രാവശ്യം ഓണം നബിദിനമൊക്കെ ഒരു ദിവസമാണല്ലേ. അപ്പോൾ രാവിലെ തന്നെ അഫിയും അത്തശ്ശി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്നിപ്പം ആരും വിളിക്കാതെ തന്നെ അഫി എഴുന്നേറ്റു പള്ളിയിൽ പോകാനുള്ളത് കൊണ്ട്. അങ്ങനെ അവർ ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. മൊത്തത്തിലൊരു മഴ ദിവസമാണെന്ന് തോന്നുന്നു ഇന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളും ഉടുമ്പന്നൂർക്ക് പോകണം കേട്ടോ, റാലി കാണാൻ വേണ്ടിയിട്ട്. ഒരു ഓട്ടോ പിടിച്ച് ഉടുമ്പന്നൂരെത്തി. അപ്പോഴേക്കും പാറേക്കവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ റാലി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ റാലി വരുന്നുണ്ട്. 2 പള്ളിയിൽ നിന്നുള്ള റാലിയാണ് കേട്ടോ. നമ്മുടെ ഉടുമ്പന്നൂർ പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ എടമറുക് കാരിക്കപ്പള്ളിയിൽ നിന്നുള്ള റാലിയും കൂടിയാണ്. ഞങ്ങളൊക്കെ ഓതിക്കൊണ്ടിരുന്ന സമയത്ത് റാലി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അന്നത്തെ ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ആൾക്കാരും കുറവായിരുന്നു ഈ പ്രാവശ്യം. നിങ്ങളുടെയൊക്കെ നാട്ടിലെ ഇപ്പോഴത്തെയാണോ പണ്ടത്തെ റാലിയാണോ നല്ലതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതുപോലെ പണ്ട് ഞങ്ങൾ ഓതിക്കൊണ്ടിരുന്ന സമയത്ത് ഈ നബിദിനത്തിൻ്റെ അന്ന് തന്നെ വൈകിട്ടാണ് മദ്രസ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അത് കഴിഞ്ഞു. അങ്ങനെ അഫിയാണെങ്കിൽ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കയ്യിൽ ബലൂണൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നീതിക്കുട്ടീനെ മൈൻഡ് ചെയ്യാത്ത പത്താത്ത എന്നൊക്കെ വിളിച്ച് അവളിങ്ങനെ ശ്രദ്ധ തിരിക്കുന്നതാണ്.